വെള്ളിയാഴ്ച അമേരിക്കൻ മാർക്കറ്റുകളെല്ലാം ക്ലോസ് ചെയ്തത് വളരെ മൈനസിലാണ്. പ്രധാനപ്പെട്ട കാരണം അമേരിക്കയിൽ നിന്ന് വെള്ളിയാഴ്ച രാത്രി വന്ന മിക്ക ഡേറ്റകളും നെഗറ്റീവോ അല്ലെങ്കിൽ വളരെ മോശമായ ഡേറ്റകളാണ് കാണിച്ചിരിക്കുന്നത്. പ്രധാനമായും PMI ഡേറ്റ വന്നത് ഏതാണ്ട് 50-നടുത്ത് 53-നടുത്താണ് വന്നത്. സർവീസ് PMI ഡേറ്റ അതായത് ഏറ്റവും കൂടുതൽ എക്കോണമിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സർവീസ് PMI ഡേറ്റ 70% കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സർവീസ് PMI ഡേറ്റയും വളരെ നെഗറ്റീവായിട്ടാണ് വന്നത്. ഇതിന്റെ ഫലമായി അമേരിക്കൻ മാർക്കറ്റ് നല്ല രീതിയിൽ താഴേക്ക് വന്നു. നാസ്ഡാക്ക് ഏതാണ്ട് 2%, S&P 500ഉം ഡൗ ജോൺസും 1.6%ഓളം മൈനസ് ആയിട്ടാണ് വന്നത്. അതുപോലെ തന്നെ ഇൻഫ്ലേഷന്റെ പ്രൊജക്ഷൻ ചില യൂണിവേഴ്സിറ്റികളൊക്കെ നടത്തിയ പഠനത്തിൽ നിന്ന് ഏതാണ്ട് 4.5%-ത്തിനടുത്തേക്ക് പോകുമെന്നാണ് അവർ 12 മാസത്തെ പ്രൊജക്ട് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം വീണ്ടും ഇൻഫ്ലേഷൻ കൂടും, അതുപോലെ റേറ്റ് ഹൈക്ക് ഉണ്ടാവാം ഉള്ള സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടെന്നാണ് പ്രധാനമായും മാർക്കറ്റ് ഇത്രയും ക്രാഷ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം. അതുപോലെ US കൺസ്യൂമർ സെന്റിമെന്റ്സ് ഡേറ്റയും വളരെ മോശമായിട്ടാണ് വന്നേക്കുന്നത്. ഇനി മറിച്ച് ഇന്ത്യയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ വരുന്ന ഡേറ്റകളെല്ലാം പോസിറ്റീവാണ്. പക്ഷേ മാർക്കറ്റ് ബെയറിഷ് ട്രെൻഡിലായതുകൊണ്ട് ഈ ന്യൂസുകളെല്ലാം മാർക്കറ്റ് കാര്യമായിട്ട് എടുക്കാതെയാണ് പോകുന്നത്. ഇന്ത്യയുടെ PMI ഡേറ്റ, സർവീസ് PMI ഡേറ്റയും അതുപോലെ മാനുഫാക്ചറിംഗ് PMI ഡേറ്റയും വന്നത് വളരെയധികം മികച്ചതായിട്ടാണ് വന്നിരിക്കുന്നത്. അതുപോലെ എംപ്ലോയ്മെന്റ് ഇൻക്രീസ് ചെയ്യുന്നതായിട്ടാണ് ഡേറ്റകൾ കാണിക്കുന്നത്. ബിസിനസ് കോൺഫിഡൻസ് ഡേറ്റയും ഇംപ്രൂവ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ RBIയുടെ കഴിഞ്ഞ ദിവസത്തെ ബുള്ളറ്റിനിൽ വീണ്ടും ബാങ്കിങ് സിസ്റ്റത്തിലേക്ക് ലിക്വിഡിറ്റി ജനറേറ്റ് ചെയ്യാനുള്ള മെഷേഴ്സ് എടുക്കുമെന്നുള്ളൊരു വാർത്തയും ബാങ്കിങ് സെക്ടറുകൾക്ക് പോസിറ്റീവാണ്. ഈ സെക്ടറുകളൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ MBC മിനിറ്റ്സ് വന്നത് ഇനി വരുന്ന മാസങ്ങളിൽ വീണ്ടും റേറ്റ് കട്ട് ഉണ്ടാവും എന്നുള്ള ഒരു സൂചന നൽകിയിട്ടുണ്ട്. ഇനി നമ്മൾ FIസിന്റെയും ഒക്കെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെയൊക്കെ പൊസിഷൻ നോക്കിയാൽ FIs വീണ്ടും ഷോർട്ട് പൊസിഷനിൽ തന്നെ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. പ്രോ ട്രേഡേഴ്സ് ഒരു അല്പം ഷോർട്ട് പൊസിഷൻ കുറച്ചിട്ടുണ്ട്. റീറ്റെയിലേഴ്സ് വീണ്ടും ബുള്ളിഷ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. മാർക്കറ്റ് രാവിലെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് കാണിക്കുന്നു എന്നാണ് SGX ഒക്കെ സൂചിപ്പിക്കുന്നത്. ഏകദേശം ഒരു സപ്പോർട്ട് ലെവലിന് അടുത്താണ് നിൽക്കുന്നത്. 22,700, 22,400 അടുത്തൊരു സപ്പോർട്ട് ലെവലിന് അടുത്താണ് മാർക്കറ്റ് നിൽക്കുന്നത്. അതുകൊണ്ട് വളരെ കോഷ്യസ് ആയിട്ട് മാത്രം പൊസിഷൻ എടുക്കുക.